ഒരു ദളിത് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ പരസ്യമായിട്ട് വന്നതിന് ശേഷവും എന്തുകൊണ്ട് ഷാഫിയെ ചോദ്യം ചെയ്യാതിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ബെനിഫിറ്റ് ഷാഫി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത്. ഈ 3 പരാതിയും വന്നപ്പോഴും ആരും ഷാഫിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചില്ല. പല പീഡന പരാതികളിലും ആദ്യം പറഞ്ഞിരുന്നത് ഈ വിഷയങ്ങളെല്ലാം ഷാഫിക്ക് അറിയാമായിരുന്നു എന്നും 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പരാതിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാഫി ഒതുക്കി തീർത്തു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യും എന്നുള്ളത് ഷാഫിക്ക് അറിയാമായിരുന്നു. എന്നിട്ട് പോലും ഷാഫി ഈ നേരത്തെ ഒരു അനുഭവം ഉണ്ടായിട്ട് പോലും ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചതെന്നുള്ളത് വളരെ ദുരൂഹമാണ്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചൊരു കേസൊക്കെ ഷാഫി ഒത്തുതീർത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷാഫി ഗുരുതരമായ തെറ്റാണ് ചെയ്തതെന്ന് മാത്രമല്ല ക്രിമിനൽ കുറ്റമാണ് എന്നുള്ളതാണ്. രാജേഷേട്ടാ നമസ്കാരം. രാജേഷേട്ടാ, തെരഞ്ഞെടുപ്പ് ഒരു കാലഘട്ടമായിരുന്നു. ഈ സമയത്ത് ഇടയ്ക്ക് ചർച്ചയിൽ വരികയും എന്നാൽ അതിനുശേഷം പിന്നീട് ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്തൊരു വിഷയമാണ് പാലക്കാട് നഗരസഭാ കൗൺസിലറായിട്ട് പ്രശോഭ് സി വത്സന്റെ എതിരെ ഒരു ദളിത് യുവതി ഉയർത്തിയ ഒരു പീഡനാരോപണം. ഈ പീഡനാരോപണത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ വശമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അതായത് ശ്രീ ഷാഫി പറമ്പിൽ ഒരു പക്ഷേ നാളത്തേക്ക് പോലീസ് ചോദ്യം ചെയ്തേക്കാം. കാരണം എന്തുകൊണ്ട് ഇതുവരെ ചോദ്യം ചെയ്യാതിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഒരു കാരണവശാലും ഷാഫി പറമ്പിലിനോ അല്ലെങ്കിൽ UDF-നോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ദളിത് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ പരസ്യമായിട്ട് വന്നതിന് ശേഷവും എന്തുകൊണ്ട് ഷാഫിയെ ചോദ്യം ചെയ്യാതിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ബെനിഫിറ്റ് ഷാഫി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് 2 രീതിയിൽ ഇതിനെ കാണേണ്ടതുണ്ട്. ഒന്ന്, പ്രശോഭിനെ പർപ്പസ്ഫുള്ളി കുടുക്കിയതാണ്. അതായത് ഷാഫിയിലേക്ക് നീക്കി ഷാഫിയെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ ആക്കി മാറ്റിയതിനു ശേഷം അതിനെ ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു ടൂളാക്കിയിട്ട് പ്രശോഭനെ ഇവിടെ ഉപയോഗിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? നമുക്ക് 2 രീതിയിൽ തന്നെ പരിഗണിക്കാം. കാരണം ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ പീഡന പരാതിയും പാലക്കാട്ടെ കോൺഗ്രസിലുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയൊക്കെ നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തത്. പക്ഷേ പിന്നീട് നാം കണ്ടത് ഷാഫി പോലെയുള്ള പല നേതാക്കന്മാർക്കെതിരെയും, അതായത് ഇത്തരം വിഷയങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വിഷയങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടിയാണ് ഷാഫി ശ്രമിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെതിരെയുള്ള ഏറ്റവും വലിയ പരാതി വന്നപ്പോൾ അതിൽ ഷാഫി കൂടി ഉൾപ്പെട്ടതായിട്ടുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ 3 പരാതിയും വന്നപ്പോഴും ആരും ഷാഫിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചില്ല. പല പീഡന പരാതികളിലും ആദ്യം പറഞ്ഞിരുന്നത് ഈ വിഷയങ്ങളെല്ലാം ഷാഫിക്ക് അറിയാമായിരുന്നു എന്നും ഷാഫിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിരുന്നു എന്നും. പക്ഷേ ഷാഫി ഒരിക്കൽ പോലും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി കാണാനോ അല്ലെങ്കിൽ ഇത് പോലീസിനടുത്ത് എത്തിക്കാനോ എന്നുള്ള ശ്രമങ്ങൾ MP എന്നുള്ള രീതിയിലോ ഒന്നും നടത്തിയില്ല എന്നുള്ളതാണ് ഷാഫിക്കെതിരെ ഉണ്ടായ ഏറ്റവും വലിയ ആരോപണം. പക്ഷേ അത് പിന്നീട് ക്ലച്ച് പിടിക്കാതെ പോവുകയും ഷാഫിക്കെതിരെയുള്ള ആരോപണം തീർത്തും രാഷ്ട്രീയപരമാണ് എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വവും കണക്കാക്കുകയൊക്കെ ചെയ്തു. ഈ പ്രശോഭ് സി വത്സന്റെ കാര്യത്തിലും ഷാഫിയോട് ഈ വിഷയം യുവതി പറഞ്ഞിരുന്നു എന്നും, എന്നാൽ ഷാഫി ഇത് വളരെ സീരിയസ് ആയി എടുത്തില്ല. വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു. അതെ, ഇത്തരം വിഷയങ്ങളുണ്ടായി എന്നുള്ളത് ഷാഫിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളതാണ്. പക്ഷെ ഷാഫി അതിൽ ശ്രദ്ധമായ ഒരു നീക്കം നടത്തിയില്ല, അല്ലെങ്കിൽ അത് സീരിയസ് ആയി എടുത്തില്ല എന്നുള്ളതാണ് ആരോപണം. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം വിഷയങ്ങൾ ആവർത്തിച്ച് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇത്തരം പല നേതാക്കന്മാർക്കെതിരെയും പ്രത്യേകിച്ച് പാലക്കാട് തന്നെ ബേസ് ചെയ്തുകൊണ്ട് ഇത്തരങ്ങൾ ആരോപണങ്ങൾ തുടർച്ചയായി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യും എന്നുള്ളത് ഷാഫിക്ക് അറിയാമായിരുന്നു. എന്നിട്ട് പോലും ഷാഫി ഈ നേരത്തെ ഒരു അനുഭവം ഉണ്ടായിട്ട് പോലും ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചതെന്നുള്ളത് വളരെ ദുരൂഹമാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ പ്രശോഭ് സി വത്സൻ എന്ന അവിടുത്തെ കൗൺസിലർ സ്ഥലം വിട്ടിട്ട് എത്രയോ ദിവസങ്ങളായി. അദ്ദേഹം എവിടെയാണെന്നുള്ളത് കോൺഗ്രസിനും നിശ്ചയമില്ല, അതുപോലെ തന്നെ കേരളത്തിലെ പോലീസിനും നിശ്ചയമില്ല. നമ്മൾ കാണണം. നമുക്കറിയാം, ഇതേപോലെയുള്ള വിഷയം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായപ്പോഴും രാഹുലും കർണാടകത്തിലേക്ക് മുങ്ങുകയും പിന്നീട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം, കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തത്. അന്ന് മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിന് പുറത്തായിരുന്നു. ഈ കർണാടകയിൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, അല്ലെങ്കിൽ മൈസൂരിലുണ്ട്. അങ്ങനെ റൂമേഴ്സ് വന്നതല്ലാതെ അദ്ദേഹം എവിടെയായിരുന്നു എന്നതിനെ കുറിച്ചിട്ട് പോലീസിന് യാതൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. അതേ പാതയിലൂടെ തന്നെയാണ് ഈ പ്രക്ഷോഭം സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു ചർച്ചയും ഉണ്ടായില്ല എന്നുള്ളത് അത് മറ്റൊരു ദുരൂഹമാണ്. എന്തുകൊണ്ടാണ് ആ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു
LDF തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ആരോപണങ്ങളുടെ പുറകെ പോകുന്നത് രാഷ്ട്രീയപരമായി തിരിച്ചടി ഉണ്ടാവുമോ എന്നുള്ള ഭയത്താലായിരിക്കാം LDF ഇതൊരു വലിയൊരു രാഷ്ട്രീയ വിഷയമായി കൊണ്ടുപോയി. ഇപ്പൊ ഇന്നലെ ശോഭാ സുരേന്ദ്രനും ഇന്നലെ ഈ വിഷയം സംസാരിക്കുകയും 10-ാം തീയതി കഴിഞ്ഞിട്ട് ഞാൻ വലിയ രീതിയിലുള്ള ആരോപണ പെരുമഴിയുമായിട്ട് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. അല്ല, എറണാകുളത്ത് നിന്നും ഒരാൾ വന്നു എന്നെ കണ്ടു എന്നും അയാൾ ഇപ്പോൾ തിരിച്ചു പോയതേ ഉള്ളൂ എന്നും ഞാൻ തൽക്കാലം അത്തരം വിഷയങ്ങൾ എടുക്കാൻ തയ്യാറായിരുന്നില്ല, അതുകൊണ്ടാണ് അത് തിരിച്ചു പോയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ എല്ലാ ആളുകൾക്കെതിരെയും ലൈംഗിക വിഷയങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക പീഡന പരാതികൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രീതി പിന്നീട് എവിടെയോ വെച്ച് ഉപേക്ഷിക്കപ്പെട്ടതിനാലാണ് പ്രക്ഷോഭം രക്ഷപ്പെട്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ വരുന്ന ആളുകളിൽ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഷാഫിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും അതുപോലെ തന്നെ പ്രക്ഷോഭനെ തിരഞ്ഞുകൊണ്ട് ആളുകൾ നടക്കുന്നതും ഇനി അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിക്കെതിരെ ആരോപണങ്ങളുമായി വരുന്നതൊക്കെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പരാതിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാഫി ഒതുക്കി തീർത്തു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള പരാതികൾ തുടരെ വരുന്നത് കേരളത്തിൽ തന്നെ അപമാനകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം നമ്മൾ മറ്റ് പല സ്റ്റേറ്റിലൊക്കെ പോകുന്ന സമയത്ത് പലരും നമ്മളോട് ചോദിക്കും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള പരാതികൾ തുടർച്ചയായി വരുന്നത് എന്നുള്ളത്. കേരളത്തിൽ മാത്രമല്ല, പരാതികൾ പല സ്ഥലത്തിലുണ്ടെങ്കിൽ പോലും ഇത് രാഷ്ട്രീയ വിഷയം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിഷയമായി മാറുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ അതിന് ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നത് നമുക്ക് കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങൾ വളരെ സീരിയസ് ആയി എടുക്കുകയും ആരാണോ പീഡിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആരാണോ ഈ അതിജീവിതമാർ അവരെ കൃത്യമായി സഹായിക്കുന്ന രീതി, രാഷ്ട്രീയം ഒന്നും അല്ലാത്ത അവർക്ക് മനുഷ്യത്വപരമായ ചില സമീപനങ്ങൾ കൈക്കൊള്ളാത്തതാണ് ഇവിടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാൻ സാധ്യത എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ പഠിച്ചത്. അതായത് ഞാൻ ഇന്ന് ഇപ്പോൾ ഈ വിഷയം നമ്മൾ എടുക്കാൻ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാലക്കാട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഷാഫിയെ LDF സർക്കാർ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നുവെങ്കിൽ ഇവിടെ വേറെ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് മാറിയാണ്. കാരണം ഷാഫിയെ ഒരു മുഖ്യമന്ത്രി ടൂളാക്കി കൊണ്ടുവരിക എന്നുള്ളത് ചില ആളുകളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ തനിയെ ഒരു പ്രചാരകനായിട്ട് സ്വയം പ്രചാരകനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രചരണത്തിലൊക്കെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ പ്രശോഭ് സി വത്സന്റെ ഒരു സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത് അത് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അത് മറ്റ് എതിർചേരിയിൽ എത്തിച്ചേർന്നത് അത് പിന്നീട് പരാതിയായിട്ട് മാറും. അല്ല, അതിപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരികയും അല്ലെങ്കിൽ ഇത്രയേറെ ആരോപണ വിധേയനാവുകയും ചെയ്തപ്പോൾ തന്നെ കോൺഗ്രസിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞിരുന്നു ഇത് കോൺഗ്രസിലെ തന്നെ ചില നേതാക്കന്മാരാണ് ഇതിന്റെ പുറകിൽ എന്നുള്ള ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ കോൺഗ്രസിലെ ഗ്രൂപ്പിസമാണ് ഇതൊക്കെ പുറത്തു വരാനുള്ള കാരണമെന്നും ഇത്തരങ്ങൾ ആരോപണങ്ങൾ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ ഈ പല നേതാക്കന്മാരും വളരെ സ്വകാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ശത്രു കോൺഗ്രസ്സിലുള്ളവർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിനേക്കാളപ്പുറത്തേക്ക് ഇത്തരം വിഷയങ്ങൾ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയൊക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ വേണ്ടി ആർക്കും വരാൻ പറ്റും. ഈ നേരത്തെ ഉണ്ടായ ആരോപണങ്ങൾ പോലെയല്ല. ഈ അത്തരം ആരോപണങ്ങളെല്ലാം തീർച്ചയായും പ്രായപൂർത്തിയായ സ്ത്രീകളാണ് അല്ലെങ്കിൽ യുവതികളാണ് അതിൽ അതിജീവിതമാർ എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ ന്യായീകരിക്കല്ല, മറിച്ച് അതിലൊക്കെ ചില ന്യായങ്ങളുണ്ട്. പക്ഷേ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചൊരു കേസൊക്കെ ഷാഫി ഒത്തുതീർത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷാഫി ഗുരുതരമായ തെറ്റാണ് ചെയ്തതെന്ന് മാത്രമല്ല ക്രിമിനൽ കുറ്റമാണ് എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഷാഫിയെ എന്തുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികളൊക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നോട്ടമിടുന്നത്, എന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പലപ്പോഴും അയച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ സിബി പറഞ്ഞല്ലോ, കേരളത്തിൽ ഏറ്റവും താരപ്രചാരകനായിരുന്നത് ഇത്തവണയും ഷാഫി തന്നെയാണ്. ഷാഫി പങ്കെടുത്ത പല പൊതുയോഗങ്ങളിലും വലിയ തോതിലുള്ള യുവാക്കളുടെ കടന്നുകയറ്റവും തള്ളിക്കയറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആളിറക്കിയതാണെന്നും പറയുന്നുണ്ട്. അല്ല, ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഷാഫി ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ താരമൂല്യമുള്ള ഒരു നേതാവ് തന്നെയാണ്. യുവ നേതാക്കന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കായിരുന്നത്. അല്ലെങ്കിൽ പ്രശോഭ് സി വത്സനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയനായ അല്ലെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നുവെന്നും ഷാഫി അത് മുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു MP എന്നുള്ള രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. MP എന്നാവണം, ജനപ്രതിനിധികളിൽ ആരായാലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഷാഫിക്കെതിരെ
ഷാഫിക്കെതിരെ പോലീസിന്റെ യാതൊരു തരത്തിൽ നടപടി ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ നേരത്തെയുള്ള അനുഭവങ്ങൾ വെച്ചാണ്. കാരണം രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കും. രാഷ്ട്രീയ നേട്ടം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ വെച്ചാൽ ഇല്ല നമ്മളിൽ കാണേണ്ടത്. പല സ്ഥലങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഫാൻസ് ടീമുകൾ ഉണ്ടായി എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട്. സ്ത്രീകളിൽ നിന്ന് പോലും അദ്ദേഹത്തിന് അനുകൂലമായ അദ്ദേഹം ഇപ്പൊ പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രമേഷ് പിഷാരടി എന്നും സ്ഥാനാർത്ഥിയാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാതിരുന്നാൽ മതിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന് ഈ UDF പിന്തുണ നൽകുകയും ചെയ്തിരുന്നെങ്കിൽ ഈസി ആയിട്ട് അവിടെ നിന്ന് ജയിച്ചു പോരാമായിരുന്ന ഫാൻസ് ഗ്രൂപ്പുകൾ ഇപ്പോൾ പാലക്കാടുണ്ട് രാഹുലിന് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ രാഹുലിന് അവസാന ഘട്ടത്തിൽ ഓൺലൈനിലൂടെ ആണെങ്കിലും പ്രചാരണത്തിൽ ഇറക്കാനുള്ള കാരണം. രാഹുലിനെ പൂർണ്ണമായി മാറ്റി നിർത്തിയാൽ അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാവുമെന്ന് നേതാക്കന്മാർ തിരിച്ചറിഞ്ഞപ്പോഴാണ് രാഹുലിന് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയെന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഷാഫിയെ ഇന്നലെയോ മിനിഞ്ഞാന്നൊക്കെ ചോദ്യം ചെയ്യാൻ ജസ്റ്റ് ഒരു മണിക്കൂർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നെങ്കിൽ പോലും കേരളത്തിലെ കോൺഗ്രസിന് അത് വലിയ നേട്ടമാവും എന്ന് ശരിക്കും LDFും അതുപോലെ തന്നെ BJP ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഒരു വിധം പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഷാഫിക്കെതിരെയും മറ്റു പല ആളുകൾക്കെതിരെയും ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ കൊണ്ടുവരുമായിരുന്നു. പക്ഷെ അത് കൊണ്ടുവരാതിരിക്കാനുള്ള കാരണം പിന്നീട് അത് കോൺഗ്രസിന്റെ നേട്ടമാവാതിരിക്കാൻ വേണ്ടിയാണ്. ഈ നേട്ടം കോൺഗ്രസും പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷയാണ് തകർന്നു പോയത് എന്നുള്ളതാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനി ചോദ്യം ചെയ്യുകയോ എന്ത് ചെയ്താലും കോൺഗ്രസിന് അതിനെക്കുറിച്ച് യാതൊരു വേവലാതി ഇല്ലാന്ന് മാത്രമല്ല അതിനെക്കൊണ്ട് ആർക്കും നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഏകദേശം കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ പീഡന നിയന്ത്രണ വകുപ്പ് തന്നെ ഉണ്ടാക്കുമായിരിക്കാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല.